നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് അന്വേഷണ സംഘ തലവയായ ബി സന്ധ്യയും ബൈജു പൗലോസുമാണ്. ബി സന്ധ്യ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും ജൂനിയറായ ഉദ്യോഗസ്ഥനായ പല സീനിയർ ഒഫീഷ്യൽസ് അവിടെ ഉണ്ടായിരുന്നിട്ടും ഏറ്റവും ജൂനിയറായ ബൈജു പൗലോസിനെയാണ് ഈ കൃത്യം ഏൽപ്പിച്ചത്. ഏതായാലും സന്ധ്യയും മറ്റാരെങ്കിലുമൊക്കെ ആരുടെയൊക്കെയോ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥയും തിരക്കഥയും ഒക്കെ അതിന്റെ പരിസമാപ്തിയിലേക്ക് 8 വർഷത്തിന് ശേഷം എത്തുകയാണ്. ഈ വിഷയത്തിൽ എന്തൊക്കെയോ താല്പര്യങ്ങൾ ബി സന്ധ്യക്കടക്കമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിലെ പോലീസിനെ കുറിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പോലീസുകാർക്ക് നന്നായി അന്വേഷണം നടത്താൻ അറിയുകയും ചെയ്യാം. പിന്നെ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ ഇല്ലാതെ പോയത്? ഈ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയാകുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചിലരെ വിലക്കെടുത്തുകൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും കാലം, ഏതാണ്ട് ഒരു 9 വർഷക്കാലം ഈ കേസ് മുമ്പോട്ട് പോയി. ആ കാലഘട്ടങ്ങളിലെല്ലാം റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനൽ വളരെ കൃത്യമായി അന്വേഷണ സംഘങ്ങളുടെ പിടിയിൽ ആയിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. അവർ ചേർന്ന് ഉണ്ടാക്കിയ തിരക്കഥ, ആ തിരക്കഥയ്ക്ക് പുറമെ എല്ലാ മാധ്യമങ്ങളും പോകേണ്ടി വന്നു. കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും അതിൻ്റെ പിറകെയായിരുന്നു സഞ്ചരിച്ചതെന്ന് വ്യക്തമാവുകയാണ്. കാരണം ഒരു സ്ത്രീ വിഷയമാകുമ്പോൾ ഇത്തരത്തിലുള്ള തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഒരു നടനായപ്പോൾ അതിജീവത നടിയായതുകൊണ്ടും വളരെ കൃത്യമായി തന്നെ സെൻസേഷനലിസം ക്രിയേറ്റ് ചെയ്ത് നിലനിർത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടും എല്ലാ ചാനലുകളും പോയിരുന്നത് ഒരേ വഴിയിലൂടെയാണ്. അവസാനം ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ മാധ്യമങ്ങൾ ദിലീപിനെ തൂക്കിക്കൊല്ലുമെന്ന വിശ്വാസക്കാരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ കേസിന്റെ തുടക്കം മുതൽ പഠിച്ച ഒരാളെന്ന രീതിയിൽ ആദ്യഘട്ടത്തെ വാർത്ത മുതൽ, ആ കേസിന്റെ തുടക്കം മുതൽ ആ കേസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ആ കേസിൽ ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത തലത്തിലുള്ള തലങ്ങളുണ്ട് എന്ന് ചിന്തിക്കുകയും അതേ തരത്തിൽ വാർത്ത നൽകുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ഈ കേസിൽ ഈ പറഞ്ഞ തെളിവുകളൊന്നും അപര്യാപ്തമാണ്, ഈ തെളിവുകൾ കൊണ്ടൊന്നും കോടതിയിൽ ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞ ഒരാളാണ് ഞാൻ. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപക്ഷെ ബൈജു പൗലോസിനും ബി സന്ധ്യയ്ക്കും ഈ പ്രോസിക്യൂഷന്റെ ഭാഗമായിരുന്ന അഭിഭാഷകർക്കും അതുപോലെ തന്നെ ഇരയുടെ അതിജീവതയുടെ അഭിഭാഷകയ്ക്കും ഒക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അവരുടെ തന്ത്രം മറ്റൊന്നായിരുന്നു. മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രചരിപ്പിക്കുക വഴി കേരളത്തിലെ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ ഉണ്ടാകുമ്പോൾ പൊതുമനസാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ വരുന്ന ഒരു കേസിൽ ജഡ്ജിയെ സ്വാധീനിക്കാൻ കഴിയും എന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ നല്ല ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയതുകൊണ്ട് തന്നെ അതിന് കഴിഞ്ഞില്ല. പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ഈ പ്രോസിക്യൂഷനോ ഒന്നും തന്നെ കഴിഞ്ഞില്ല എന്നാണ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുമ്പിൽ കിട്ടിയ തെളിവുകൾ, അന്വേഷിക്കാത്ത കാര്യങ്ങൾ ഒക്കെ വളരെ കൃത്യമായി ചോദിച്ചുകൊണ്ട്, വളരെ കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഓരോ വിഷയങ്ങളിലും വ്യക്തവും കൃത്യവുമായി വിധി എഴുതാൻ ആ ജഡ്ജിക്കായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തന്നെയാണ് ആവേണ്ടതും. ഏതെങ്കിലും ഒരു കേസിൽ പെട്ടുപോകുന്ന, അറിയാതെയെങ്കിലും പെട്ടുപോകുന്ന പ്രതിക്ക് ആശ്വാസമാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കോടതികളിലാണ്. കോടതികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിനെയും അനുകൂലിക്കാൻ എനിക്ക് കഴിയില്ല. കോടതികളിൽ എത്തുന്ന വിഷയങ്ങൾ, ആ വ്യവഹാരങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഈ കേസ് പല കാര്യങ്ങളിലും വ്യത്യസ്തമാണെന്ന് ഞാൻ പറയാൻ കാരണം ഈ കേസിന്റെ തുടക്കം മുതലുള്ള പോലീസിന്റെ സ്ഥാപിത താല്പര്യങ്ങളായിരുന്നു. എങ്ങനെയാണ് കോടതിയിൽ കീഴടങ്ങാനെത്തിയ ഒരു പ്രതി ആ പ്രതിയെ കോടതിക്കകത്ത് നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? സാധാരണഗതിയിൽ പല കേസുകളിലും നമ്മൾ കാണാറുണ്ട്, കോടതികളിൽ ഒരാൾ കീഴടങ്ങിയാൽ കസ്റ്റഡിക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് കസ്റ്റഡിയിൽ എടുക്കുകയാണ് പോലീസ് ചെയ്യേണ്ടത്. ഇവിടെ സംഭവിച്ചതോ മറിച്ചൊന്നാണ്. കോടതിയിൽ എന്തെങ്കിലും പൾസർ സുനി പറഞ്ഞു പോയാൽ അത് അന്വേഷണ സംഘങ്ങളുടെ തിരക്കഥയ്ക്ക് വിപരീതമായിരിക്കുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ് അന്ന് അഭിഭാഷകർ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. കോടതിക്കകത്തു നിന്നും കീഴടങ്ങാൻ എത്തിയ ആളെ വലിച്ചിഴച്ചു കൊണ്ടുപോയത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. വലിയ തടിമാടന്മാരായ ഓഫീസർമാരെ കൊണ്ടുപോയി വലിച്ചിഴച്ചു കൊണ്ടുപോയത് വലിയ ചർച്ചയാണ് അന്നുണ്ടാക്കിയത്. അതിനുശേഷം നടന്ന റിമാൻഡ് റിപ്പോർട്ടിലടക്കം ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി വിളിക്കുന്നു എന്ന് 4 പ്രാവശ്യം പറഞ്ഞത് മറച്ചു വെച്ചതടക്കം ഈ കേസിലേക്ക് ദിലീപിനെ കൊണ്ടുവന്ന സ്ഥാപിത താല്പര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാവുകയാണ്. പല കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല. ഏതോ ഒരു മാഡം ഉണ്ട് എന്ന് പറയുന്നിടത്ത് നിന്ന് ആ മാഡത്തെ കുറിച്ച് അന്വേഷിക്കാതെ ആ മാഡം കാവ്യമാധവനും കാവ്യമാധവന്റെ അമ്മയാണെന്ന തരത്തിൽ പലതരത്തിലുള്ള കഥകൾ ഉണ്ടാക്കി. മാധ്യമങ്ങൾക്കും ആ വിഷയത്തിൽ നല്ല പങ്കുണ്ട്. ആ മാഡം ആരായിരുന്നു എന്ന് കണ്ടെത്തേണ്ടതില്ലേ? ആരായിരുന്നു ശ്രീലക്ഷ്മിയുടെ ഇക്കാര്യത്തിലെ ഇൻവോൾവ്മെന്റ് എന്തായിരുന്നു? പൾസർ സുനിയുടെ വെറും കൂട്ടുകാരി മാത്രമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയ്ക്ക്, പൾസർ സുനിക്കും ശ്രീലക്ഷ്മിയുടെയും സ്വകാര്യതയ്ക്ക്
ഇന്ന് വരെ ശ്രീലക്ഷ്മി എന്നൊരു പേര് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളോ ആരെങ്കിലും ഒക്കെ ഇട്ടിട്ടില്ല. കോടതിയിൽ ആരാണ് ശ്രീലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് ആരാണ് ഈ ശ്രീലക്ഷ്മി എന്ന വാക്ക് പോലും പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേസിൽ ആ ഫോണിൽ ഫോൺ റെക്കോർഡോ കോൾ റെക്കോർഡോ ഒക്കെ ഉള്ള ആൾക്കാരുടെ ഒക്കെ പേര് പുറത്തു വരിക സ്വാഭാവികമാണ്. എന്തിനാണ് ശ്രീലക്ഷ്മി ഇങ്ങനെ സംരക്ഷിച്ചത്? ശ്രീലക്ഷ്മിയുടെ ഫോൺ കിട്ടിയിട്ടില്ല എന്ന് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുമ്പോൾ ശ്രീലക്ഷ്മിയുടെ ഫോൺ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ആ സിം എവിടേക്കാണ് മാറ്റിയത്? എന്തായിരുന്നു ശ്രീലക്ഷ്മി ഇങ്ങനെ മണിക്കൂർ ഇടവിട്ട് പൾസർ സുനിയെ വിളിക്കാനുണ്ടായ കാരണം? എന്തുകൊണ്ടാണ് ലാലിനെ ചോദ്യം ചെയ്യാതെ, മൊഴി രേഖപ്പെടുത്തുന്നതും ചോദ്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ലാലിനെ കൃത്യമായി ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയങ്ങൾ, അതായത് ഈ ആക്രമിക്കപ്പെട്ട നടി അവിടെ നിന്നും കൃത്യമായി തന്നെ എത്തുന്നത് രമ്യ നമ്പീശൻ എന്ന് പറയുന്ന നടിയുടെ വീട്ടിലേക്കാണ് എന്ന് പറയുന്നു. രമ്യ നമ്പീശനും വണ്ടി അയച്ചു കൊടുത്ത ജീൻ പോൾ ലാലിനും ഒക്കെ മാത്രം അറിയുന്ന രഹസ്യം, ആ രഹസ്യം എങ്ങനെയാണ് ദിലീപ് അറിയുക? അപ്പോ മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കുകയും ക്രിമിനലായ പൾസർ സുനി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നിടത്ത് അവിടെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സാധാരണക്കാർ ചിന്തിക്കില്ലേ? അപ്പോൾ ഈ അന്വേഷണ സംഘാംഗങ്ങളുടെ വലിയ ഇടപെടലുകൾ എന്തിനാണ് ബൈജു പൗലോസിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ബൈജു പൗലോസിനെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തി തന്നെ ഭീഷണിപ്പെടുത്താൻ കോടതിയിൽ വെച്ച് ശ്രമിച്ചു എന്ന കള്ളക്കഥ പോലീസ് മെനഞ്ഞത്? ബാലചന്ദ്രകുമാർ കൊണ്ടുവന്നതെല്ലാം അപാരമായ തെളിവുകളായിരുന്നു. ഒറിജിനൽ ഡിവൈസ് ഇല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് ഏത് പോലീസുകാരനും അറിയാവുന്ന കാര്യം. എന്നിട്ട് പോലും വലിയ തെളിവുകളാണ് കോടതിയിൽ കൊടുത്തതെന്ന് ആരാണ് പറഞ്ഞുണ്ടാക്കിയത്? ഇവിടെയൊക്കെ ഓരോ വിഷയത്തിലും ഈ അന്വേഷണ സംഘങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെ അന്വേഷണ സംഘങ്ങളുടെ ഇടപെടലുകൾ, കൃത്യമായ അന്വേഷണമില്ലായ്മ എന്ന് പറഞ്ഞുകൂടാ, കഥകൾ ചമച്ചതുകൊണ്ടാണ് ദിലീപിലേക്ക് എത്തിച്ചേരാൻ കഴിയാതിരുന്നത്. ദിലീപ് ചെയ്തൊരു കുറ്റകൃത്യമാണെങ്കിൽ നമുക്കറിയാം, ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കും. ഇവിടെ അങ്ങനെയാണല്ലോ CBI ഒക്കെ കേസ് അന്വേഷിച്ച് തെളിയിക്കുന്നത്. ഇവിടെ അതല്ല ഉണ്ടായിട്ടുള്ളത്. ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദിലീപിലേക്ക് എത്തിച്ചേരാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയും ഇത് ഹൈക്കോടതിയിലേക്ക് പോയാലും, ഞാൻ ഇപ്പോഴും പറയുന്നു, ഹൈക്കോടതിയിലേക്ക് പോയാലും സുപ്രീം കോടതിയിലേക്ക് പോയാലും ഈ നിലവിലെ തെളിവുകൾ വെച്ച് ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തിനാണ് ഈ വീഡിയോയിൽ ടാമ്പറിംഗ് ഉണ്ടായി എന്ന് പറയുന്നത്? അന്വേഷണ സംഘാംഗങ്ങൾ ഫോറൻസിക് റിപ്പോർട്ട് ഒക്കെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഈ വിഷ്വൽസിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെയും എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്? ഒരുപിടി ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ദിലീപ് പറഞ്ഞത് 100% ശരിയാണ്. ദിലീപിനെ കുടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ദിലീപിനെ ഇനി കേസിൽ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞു. കേരളത്തിലെ പൊതുജനങ്ങളുടെ മനസ്സിൽ ദിലീപിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്തിനാണ്? കേസിൽ പെട്ടുപോയ എത്രയോ പേർ പല ഘട്ടങ്ങളിലും കുറ്റവിമുക്തമായി പുറത്തു വന്നിരിക്കുന്നു. അവരോടൊന്നുമില്ലാത്ത ഒരു വൈരാഗ്യം, ദേഷ്യം എന്തിനാണ്? ഇവിടെ ബൈജു പൗലോസ് പുതിയൊരു പരാതിയുമായി വന്നിരിക്കുന്നു. വിധിന്യായം അത് ഊമക്കത്തായി പ്രചരിച്ചു, ആളെ കണ്ടെത്തണമെന്ന്. ബൈജു പൗലോസിന് മനസ്സിലായിട്ടുണ്ടാവും താൻ അനുഭവിക്കാൻ പോകുന്നു, താൻ ഈ കേസിൽ കുരുങ്ങാൻ പോകുന്നുവെന്ന്. യഥാർത്ഥത്തിൽ ബൈജു പൗലോസും അല്ലെങ്കിൽ വാദികൾ പ്രതികൾ വാദിയാകുമോ എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. അതിജീവിതയെ ഞാൻ മാറ്റി നിർത്തുന്നു. അതിജീവിതയെക്കുറിച്ച് മോശം പറയാൻ ഞാനില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്കെതിരെ കോടതി എന്തെങ്കിലും കണ്ടെത്തിയാലല്ലാതെ അതിജീവിതയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ അതിജീവിതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ കളിച്ച കളിയാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിജീവിത അതിനൊരു കാരണമായി തീർന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.